وَإِنَّ كُلًّا لَّمَّا لَيُوَفِّيَنَّهُمْ رَبُّكَ أَعْمَالَهُمْ إِنَّهُ بِمَا يَعْمَلُونَ خَبِيرٌ. നിന്റെ റബ്ബ് അവരുടെ കർമ്മങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്നതും വാസ്തവമാകുന്നു. നിശ്ചയം അവൻ അവരുടെ സകല ചലനങ്ങളെക്കുറിച്ചും അറിവുള്ളവനല്ലോ. فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. പ്രവാചകരെ, താങ്കളും പാപങ്ങളിൽ പശ്ചാത്തപിച്ചു വന്നവരായ കൂട്ടുകാരും നിങ്ങൾ ആജ്ഞാപിക്കപ്പെട്ടതുപോലെ സന്മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക. അടിമത്തത്തിന്റെ പരിധികൾ അതിലംഘിക്കരുത്. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും നിങ്ങളുടെ റബ്ബ് വീക്ഷിക്കുന്നുണ്ട്. ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء وما لكم من دون الله من أولياء ثم لا تنصرون. ഈ അക്രമികളുടെ പക്ഷത്തേക്ക് ചാഞ്ഞു പോകരുത്. ചാഞ്ഞു പോയാൽ നരകശിക്ഷയിലകപ്പെടും. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിവുള്ള ഒരു രക്ഷകനെയും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഒരിടത്തു നിന്നും സഹായമെത്തുന്നതുമല്ല. وَأَقِمِ الصَّلَاةَ طَرَفَيِ النَّهَارِ وَزُلَفًا مِّنَ اللَّيْلِ إِنَّ الْحَسَنَاتِ يُذْهِبْنَ السَّيِّئَاتِ ذَلِكَ ذِكْرَى لِلذَّاكِرِينَ. നോക്കുക, പകലിന്റെ രണ്ടറ്റങ്ങളിലും രാവ് അല്പം ചെല്ലുമ്പോഴും നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണം. സത്യത്തിൽ നന്മകൾ തിന്മകളെ ദൂരീകരിക്കുന്നു. ഇത് ദൈവവിചാരമുള്ളവർക്ക് ഒരു ഉദ്ബോധനമാകുന്നു. പകലിന്റെ രണ്ടറ്റങ്ങൾ കൊണ്ടുദ്ദേശിക്കുന്നത് സുബ്ഹും മഗ്രിബുമാണ്. രാവ് അല്പം ചെല്ലുമ്പോൾ എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് ഇശാവും. ഇന്നത്തെ 5 സമയങ്ങളിലുള്ള നമസ്കാരം നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പുള്ളതായിരുന്നു ഈ നിർദ്ദേശമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയ മിഅ്റാജ് ഇതിനു ശേഷമാവണം ഉണ്ടായത്. സൂറ ബനി ഇസ്രായീൽ 78, ത്വാഹ 130, അർ-റൂം 18 എന്നീ സൂക്തങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഈ വിഷയം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ഭൂമിയിൽ എന്തെല്ലാം തിന്മകൾ പ്രചരിച്ചിട്ടുണ്ടോ, എന്തെല്ലാം തിന്മകൾ സത്യപ്രബോധനത്തിനെതിരിൽ ശത്രുതയോടെ നിലകൊള്ളുന്നുണ്ടോ, അവയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾ കൂടുതൽ നന്മ പ്രവർത്തിക്കുന്നവരാവുക എന്നതാണ്. നിങ്ങളുടെ നന്മ കൊണ്ട് തിന്മകളെ തട്ടി നീക്കുക. നിങ്ങളെ സ്വയം നന്മ പ്രവർത്തിക്കുന്നവരാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമസ്കാരം. അത് നിങ്ങളിൽ ഉണ്ടാക്കി തീർക്കുന്ന വിശിഷ്ട ഗുണങ്ങൾ വഴി തിന്മയുടെ ആസൂത്രിതമായ ഈ പ്രളയത്തെ നേരിടാൻ കഴിയും. കൂടാതെ തിന്മയെ തിരുത്തി നന്മയുടെയും സത്യത്തിന്റെയും വ്യവസ്ഥിതി സ്ഥാപിക്കുവാനും സാധിക്കും. കൂടുതൽ വിശദീകരണം സൂറ അൽ അൻകബൂത്ത് 45-ാം സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ കേൾക്കാം. വസ്ബിർ ഫഇന്ന അല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ക്ഷമയവലംബിക്കുക. നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം അല്ലാഹു അശേഷം പാഴാക്കുന്നില്ല. فلولا كان من القرون من قبلكم أولو بقية ينهون عن الفساد في الأرض إلا قليلا ممن أنجينا منهم واتبع الذين ظلموا ما أترفوا فيه وكانوا مجرمين. നിങ്ങൾക്കു മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ഭൂമിയിൽ അധർമ്മമാചരിക്കുന്നത് തടയുന്ന സജ്ജനങ്ങളുണ്ടാവാതിരുന്നതെന്തുകൊണ്ട്? അവരിൽ നിന്ന് നാം രക്ഷപ്പെടുത്തിയ വളരെ കുറച്ചുപേരെ അങ്ങനെയുണ്ടായുള്ളൂ. അക്രമികളാകട്ടെ അവർക്ക് സമൃദ്ധിയായി നൽകപ്പെട്ട സുഖഭോഗങ്ങളുടെ പിന്നാലെ നടന്നു. അവർ കുറ്റവാളികളായി.
وما كان ربك ليهلك القرى بظلم وأهلها مصلحون. ഒരു നാട്ടുകാർ നന്മ പ്രവർത്തിക്കുന്നവരായിരിക്കെ നിന്റെ നാഥൻ ആ നാടിനെ അന്യായമായി നശിപ്പിക്കുകയില്ല തന്നെ. പൂർവ്വ സമുദായങ്ങളുടെ ഉന്മൂലനത്തെക്കുറിച്ച് കഴിഞ്ഞ കുറെ സൂക്തങ്ങളിൽ വിവരിച്ചുവല്ലോ. ആ നാശത്തിന്റെ അടിസ്ഥാന കാരണം ചിന്തോദ്ദീപകമായ ശൈലിയിൽ പ്രകാശിപ്പിച്ചിരിക്കുകയാണ് ഈ സൂക്തങ്ങളിൽ. അവരുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞുനോക്കി പറയുകയാണ്, ആ സമുദായങ്ങൾ മാത്രമല്ല, മനുഷ്യ ചരിത്രത്തിൽ ഇന്നോളം ഏതെല്ലാം ജനങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെല്ലാം കാരണം ഒന്നുതന്നെയാണ്. അള്ളാഹു തന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി അവർക്ക് ചൊരിഞ്ഞുകൊടുത്തു. അപ്പോൾ തങ്ങളുടെ ഭൗതികമായ സുഖസമൃദ്ധിയിൽ ഉന്മത്തരായി അവർ ഭൂമിയിൽ നാശമുണ്ടാക്കാൻ തുടങ്ങി. അവരുടെ സാമൂഹിക നിലവാരം ദുഷിച്ചു. ഒന്നുകിൽ ദുർവൃത്തികളിൽ നിന്ന് തടയുന്ന നല്ല മനുഷ്യരാരും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ വളരെ വിരളമായിരുന്നു. സമൂഹത്തിലെ തിന്മകൾ ദൂരീകരിക്കാൻ മാത്രം അവരുടെ ശബ്ദത്തിന് ശക്തിയുണ്ടായിരുന്നില്ല. ഇക്കാരണത്താലാണ് അവസാനം അള്ളാഹുവിന്റെ കോപത്തിന് അവർ കാരണക്കാരായത്. അല്ലാതെ തന്റെ അടിമകൾ നന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ അവരെ പിടിച്ച് ശിക്ഷിക്കാൻ അള്ളാഹുവിന് അവരോടൊരു വിരോധവുമില്ല. ഈ ഉപദേശത്തിൽ 3 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്ന സദ്വൃത്തർ എല്ലാ സാമൂഹിക വ്യവസ്ഥയിലും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ജനങ്ങളിൽ നിന്ന് നന്മ മാത്രമാണ് അള്ളാഹു കാക്ഷിക്കുന്നത്. അവൻ തിന്മകൾ ക്ഷമിക്കുന്നത് അവരുടെ അന്തരംഗത്ത് ഒളിഞ്ഞിരിക്കുന്ന നന്മയെ പരിഗണിച്ചു മാത്രമാണ്. നന്മയുടെ ഒരു സാധ്യതയെങ്കിലും ദാസന്റെ ഹൃദയത്തിൽ ശേഷിക്കുന്ന കാലത്തോളം അള്ളാഹു അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ ഏതെങ്കിലും സമൂഹത്തിൽ നന്മകൾ ചെയ്യുന്ന വ്യക്തികൾ ഒട്ടുമില്ലാതാവുകയും ദുഷ്ടന്മാർ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക. എങ്കിൽ നല്ല വ്യക്തികൾ പറയുന്നത് ആരും കേൾക്കാത്ത വിധം സമൂഹം ഒന്നാകെ ധർമ്മക്ഷയത്തിൽ അകപ്പെടുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ അവരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കും. 2. ഒരു ജനത തങ്ങൾക്കിടയിലുള്ള എല്ലാ കുറ്റങ്ങളും സഹിക്കുകയും അവരെ നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയിൽ നിന്ന് വിലക്കുകയും ചെയ്യുക എന്നതുമാത്രം ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജനതയുടെ ദുർദിനം ആസന്നമായി കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കാം. കാരണം ഇപ്പോൾ അവർ സ്വന്തം നിലനിൽപ്പിന്റെ ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. അവരുടെ നാശം അനിവാര്യമാക്കി തീർക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നു. ജീവിതം ഉറപ്പു നൽകുന്ന ഒരു കാര്യം മാത്രം അവർക്ക് സഹിക്കുന്നുമില്ല. 3. ഒരു ജനതയിൽ സത്യപ്രബോധനത്തെ സ്വാഗതം ചെയ്യുന്ന ഘടകങ്ങൾ ഏത് പരിധിവരെയുണ്ട് എന്നതിനെ ആസ്പദിച്ചാണ് ആ ജനതയെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യാൻ അന്തിമമായി തീരുമാനിക്കുന്നത്. അവരിൽ തിന്മ ദൂരീകരിക്കുകയും ഉത്തമ വ്യവസ്ഥിതി സ്ഥാപിക്കുകയും ചെയ്യാൻ മതിയായത്ര സദ്വൃത്തരുണ്ടെങ്കിൽ പൊതുവായ ശിക്ഷയ്ക്ക് വിധേയമാക്കുകയില്ല. മറിച്ച് സ്ഥിതി മെച്ചപ്പെടുത്താൻ സദ്വൃത്തർക്ക് അവസരം നൽകുകയാണ് ചെയ്യുക. പക്ഷേ കഠിനമായ ത്യാഗപരിശ്രമങ്ങൾ ചെയ്തിട്ടും പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഫലിക്കുന്നില്ലെങ്കിൽ ആ ജനത ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. 36-ാം സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ കേൾക്കാം. وَلَوْ شَاءَ رَبُّكَ لَجَعَلَ النَّاسَ أُمَّةً وَاحِدَةً وَلَا يَزَالُونَ مُخْتَلِفِينَ. നിസ്സംശയം നിന്റെ റബ്ബ് ഇച്ഛിച്ചുവെങ്കിൽ മുഴുവൻ മനുഷ്യരെയും ഒരൊറ്റ സമുദായമാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവർ ഭിന്നമാർഗങ്ങളിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. إِلَّا مَنْ رَحِمَ رَبُّكَ وَلِذَلِكَ خَلَقَهُمْ وَتَمَّتْ كَلِمَةُ رَبِّكَ لَأَمْلَأَنَّ جَهَنَّمَ مِنَ الْجِنَّةِ وَالنَّاسِ أَجْمَعِينَ. നിന്റെ നാഥന്റെ കാരുണ്യം സിദ്ധിച്ചവർ മാത്രമേ ദുർമാർഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടൂ. ഇങ്ങനെ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനും പരീക്ഷിക്കപ്പെടാനും തന്നെയാകുന്നു അവൻ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ജിന്ന് വംശത്താലും മനുഷ്യവംശത്താലും ഞാൻ നരകത്തെ നിറയ്ക്കുന്നതാണ് എന്ന നിന്റെ റബ്ബിന്റെ വചനം പൂർത്തിയായിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ ഖദറിന്റെ പേരിൽ ഉന്നയിക്കപ്പെടുന്ന സംശയത്തിന്റെ മറുപടിയാണിത്. മുകളിൽ മുൻ സമുദായങ്ങളെ നശിപ്പിക്കാൻ എന്ത് കാരണം പറഞ്ഞുവോ അതിനെതിരിൽ ഇങ്ങനെയൊരു സംശയം ഉന്നയിക്കാം. അവരിൽ സദ്വൃത്തർ ഇല്ലാതിരിക്കുകയോ ഉള്ളവർ വളരെ വിരളമായിരിക്കുകയോ ചെയ്യാൻ കാരണം അന്തിമ വിശകലനത്തിൽ അള്ളാഹുവിന്റെ ഇച്ഛയാണ്.
എന്നിരിക്കെ അവരെങ്ങനെയാണ് കുറ്റക്കാരാവുക? അള്ളാഹുവിന് അവർക്കിടയിൽ കൂടുതൽ സദ്വൃത്തരെ ഉണ്ടാക്കാമായിരുന്നില്ലേ? ഇതിനു മറുപടിയായി ഒരു യാഥാർത്ഥ്യം വളരെ വ്യക്തമായി വിവരിച്ചു കൊടുക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഇച്ഛ മറ്റു ജീവികളെപ്പോലെയോ സസ്യങ്ങളെപ്പോലെയോ ഇതര സൃഷ്ടികളെപ്പോലെയോ നിർബന്ധിതമായി ഒരേ മാർഗത്തിലൂടെ മാത്രം നീങ്ങാൻ സാധിക്കുക എന്നതല്ല. അണു അളവും അതിൽ നിന്ന് തെറ്റാൻ സാധിക്കാതിരിക്കുക എന്നതുമല്ല. ഇതായിരുന്നു അവന്റെ ഉദ്ദേശമെങ്കിൽ വിശ്വാസത്തിലേക്ക് പ്രബോധനം ചെയ്യുകയോ പ്രവാചകന്മാരെ നിയോഗിക്കുകയോ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങളും മോമിനുകളുമായി തന്നെ ജനിക്കുമായിരുന്നു. കുഫറിനും ധിക്കാരത്തിനും സാധ്യത പോലും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ മനുഷ്യരുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചത് ഇതാണ്: അവന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നൽകണം. തന്റെ ഇഷ്ടാനുസാരം വിവിധ മാർഗങ്ങളിലൂടെ ചരിക്കാൻ അവന് കഴിയണം. അവന്റെ മുമ്പിൽ നരകത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള മാർഗം തുറന്നു കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോ വ്യക്തിക്കും ഓരോ സമൂഹത്തിനും അവരിച്ഛിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കാൻ അവസരമുണ്ടായിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തർക്കും ലഭിക്കുന്നത് അവരവരുടെ പ്രവർത്തനത്തിന്റെയും സമ്പാദ്യത്തിന്റെയും ഫലങ്ങളായിരിക്കും. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിനുള്ള അവകാശത്തിലും ഈമാനും കുഫറും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായിട്ടാണെന്ന് കരുതുക. എങ്കിൽ ഏതെങ്കിലും ജനത സ്വേച്ഛാനുസാരം ദുർമാർഗം സ്വീകരിക്കുമ്പോൾ അള്ളാഹു അവരെ നിർബന്ധിച്ച് സന്മാർഗത്തിലാക്കുന്നതെങ്ങനെ? ഒരു ജനത തങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് മനുഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടാക്കുകയും ഒന്നിനൊന്ന് ദുർവൃത്തരും അക്രമികളും അധർമ്മികളുമായ മനുഷ്യരെ അവിടെ വാർത്തെടുക്കുകയും ചെയ്യുക. എന്നിട്ട് അള്ളാഹു തന്റെ കഴിവുപയോഗിച്ച് അതിലിടപെട്ട് ഈ ഉൽപ്പന്നങ്ങളെ നന്നാക്കുകയും അവരുടെ ചീത്തയായ മോശ ശരിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള കൈക്കടത്തലുകൾ ഒരിക്കലും അള്ളാഹുവിന്റെ ഭരണഘടനയിലില്ല. സദ്വൃത്തരാകട്ടെ ദുർവൃത്തരാകട്ടെ ഇരുവിഭാഗത്തിനും തങ്ങളുടെ മാർഗം സ്വയം തീരുമാനിക്കാം. ഒരു ജനത ഒരു സമൂഹമെന്ന നിലയിൽ ദുർമാർഗം സ്വീകരിക്കുന്നുവെന്ന് കരുതുക. നന്മയുടെ പതാക ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പുള്ള ഒരു വിഭാഗം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, നന്മ വളർത്തുന്നതിനുള്ള സംരംഭം പോലും അസംഭവ്യമാകുന്ന സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. എങ്കിൽ അവരെ ദൈവം നിർബന്ധിച്ച് നന്നാക്കുന്നതെങ്ങനെ? അവർ സ്വയം തെരഞ്ഞെടുത്തത് അനുഭവിക്കാൻ തന്നെ അള്ളാഹു അവരെ വിടുന്നു. ഇനി ഏതെങ്കിലും ജനത അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹമാവുകയാണെങ്കിൽ അത് നന്മയെ സ്വാഗതം ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാവുകയും പരിഷ്കരണ പ്രവർത്തനങ്ങൾ സാധ്യമാവുന്ന അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമായിരിക്കും. കൂടുതൽ വിശദീകരണം സൂറ അൽ അൻആം 35-ാം സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ വന്നിരിക്കുന്നു. وَكُلًّا نَّقُصُّ عَلَيْكَ مِنْ أَنبَاءِ الرُّسُلِ مَا نُثَبِّتُ بِهِ فُؤَادَكَ وَجَاءَكَ فِي هَٰذِهِ الْحَقُّ وَمَوْعِظَةٌ وَذِكْرَىٰ لِلْمُؤْمِنِينَ. ദൈവദൂതന്മാരുടെ ഈ ചരിത്രങ്ങളെല്ലാം നിന്നെ കേൾപ്പിക്കുന്നത് നിന്റെ മനസ്സ് ദൃഢീകരിക്കുന്നതിനു വേണ്ടിയാകുന്നു. ഇതിലൂടെ നിനക്ക് സത്യജ്ഞാനം ലഭിച്ചു. സത്യവിശ്വാസികൾക്ക് സതുപദേശവും ഉദ്ബോധനവും ലഭിക്കാൻ ഭാഗ്യമുണ്ടായി. وَقُلْ لِلَّذِينَ لَا يُؤْمِنُونَ اعْمَلُوا عَلَى مَكَانَتِكُمْ إِنَّا عَامِلُونَ. സത്യവിശ്വാസം കൈക്കൊള്ളാത്ത ജനത്തോട് പറഞ്ഞുകൊള്ളുക, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പ്രവർത്തിക്കുവിൻ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും പ്രവർത്തിക്കാം. وَانْتَظِرُوا إِنَّا مُنْتَظِرُونَ. അന്തിമ ഫലം കാത്തിരിക്കുവിൻ, ഞങ്ങളും അത് കാത്തിരിക്കുന്നവരാകുന്നു. وَلِلَّهِ غَيْبُ السَّمَاوَاتِ وَالْأَرْضِ وَإِلَيْهِ يُرْجَعُ الْأَمْرُ كُلُّهُ فَاعْبُدْهُ وَتَوَكَّلْ عَلَيْهِ وَمَا رَبُّكَ بِغَافِلٍ عَمَّا تَعْمَلُونَ. ആകാശഭൂമികളിൽ അദൃശ്യമായിരിക്കുന്നതൊക്കെയും അള്ളാഹുവിന്റെ അധികാരശക്തിയിലുള്ളതാകുന്നു. സകല സംഗതികളും അവങ്കലേക്ക് തന്നെയാകുന്നു മടക്കപ്പെടുന്നത്. അതിനാൽ പ്രവാചകരെ അവന് ഇബാദത്ത് ചെയ്യുക, അവനിൽ തന്നെ ഭരമേൽപ്പിക്കുക,
നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെക്കുറിച്ചും താങ്കളുടെ റബ്ബ് അശ്രദ്ധനല്ല തന്നെ. അതായത് സത്യവും അസത്യവും തമ്മിലുള്ള സംഘർഷത്തിൽ രണ്ടു വിഭാഗവും എന്തു ചെയ്യുന്നുവെന്ന് അള്ളാഹു വീക്ഷിക്കുന്നുണ്ട്. അരാജകത്വം വിളയാടുന്ന നാട്ടിൽ എന്താണ് നടക്കുന്നതെന്നറിയാത്ത അശ്രദ്ധനായ രാജാവിന്റേതുപോലെയല്ല അള്ളാഹുവിന്റെ ഭരണം. ഇവിടെ യുക്തിയുടെയും നന്മയുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹു അവരെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നന്മ വളർത്താൻ പരിശ്രമിക്കുന്നവരുടെ ശ്രമങ്ങൾ പാഴായി പോവുകയില്ലെന്ന് ഉറപ്പാണ്. അതേപോലെ നാശമുണ്ടാക്കുകയും അതു നിലനിർത്താൻ പരിശ്രമിക്കുകയും നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെ തങ്ങളുടെ മുഴുശക്തിയും ഉപയോഗിച്ച് അക്രമങ്ങളും ശകാരങ്ങളും അഴിച്ചുവിടുകയും ചെയ്യുന്നവരുണ്ടല്ലോ, അവരുടെ ചെയ്തികളെല്ലാം അള്ളാഹു കാണുന്നുണ്ടെന്നും അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്നും അവർ അറിഞ്ഞിരിക്കണം.